ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സീനോ ജോഷി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് പെട്ടെന്ന് എനിക്ക് അവിടെ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കുറേ വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ പോകാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്ന സ്ഥലത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റി. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴും ഈ വിഷ്വൽ കാണുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഞാൻ അത്രയും ആഗ്രഹിച്ച സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റിയതും എനിക്ക് അവിടെ പോയി വീഡിയോ എടുക്കാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും എല്ലാത്തിനും എനിക്ക് പറ്റി. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. അതാണ് ഞാനിങ്ങനെ ഭയങ്കര ഹാപ്പിയായിട്ട് നിങ്ങളോട് അത് പറയുന്നത്. അപ്പോൾ ഞാനിന്ന് പോകുന്നത് പാലക്കാട് ഒറ്റപ്പാലത്തുള്ള നമ്മുടെ മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്ന വരിക്കാശ്ശേരി മനയിലോട്ടാണ്. അപ്പോൾ വരിക്കാശ്ശേരി മനയിലോട്ട് പോകാനുള്ളൊരു കൊതി തോന്നിയത് ഇപ്പോൾ കുറച്ച് റീൽസ് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര കൊതി വന്നത് അങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ നമ്മൾ കൊളപ്പുള്ളി എന്ന് പറഞ്ഞ ടൗണിൽ നിന്നാണ് കുറച്ച് ഉൾഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതാ വരിക്കാശ്ശേരി മനയിൽ പോയിട്ട് വരുന്ന വണ്ടികളൊക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ ഏകദേശം പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നത് ഏപ്രിൽ മാസത്തിലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അന്നത്തെ ചൂട് 40-41 ഡിഗ്രി സെൽഷ്യസ് ആണ്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയം. അപ്പോൾ നമുക്ക് ഫീലാവുന്ന ചൂട് നമുക്ക് ഹ്യൂമിഡിറ്റി അതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അത്ര ചൂടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് ചൂട് കുറഞ്ഞ സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇവിടെ വരുന്ന സന്തോഷം കാണുന്ന സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ചൂട് കുറച്ച് സഹിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചൂടൊക്കെ സഹിച്ച് എന്നാലും പോണതിൻ്റെ സന്തോഷം കൊണ്ട് നമ്മൾ ചൂടൊക്കെ സഹിക്കാൻ റെഡിയായി അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ സൈഡിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റ് എടുക്കാം. പിന്നെ ക്യാമറ അലൗഡ് അല്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ക്യാമറ വീഡിയോ എടുക്കുന്നില്ലെന്നും കുഴപ്പമൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു മണിക്കൂറിന് 200 രൂപ 250 രൂപ എന്നൊക്കെ ഒരു കുട്ടി പറയുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. 30 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ നമുക്കെല്ലാം കാണാനും വീഡിയോ എടുക്കാനും എല്ലാത്തിനും സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനയുടെ ബാക്കിൽ കൂടിയാണ് കയറി വരുന്നത്. എൻട്രൻസ് വരുന്നത് ബാക്കിലാണ്. ഫ്രണ്ടിൽ ഒരു പൂമുഖ പടിവാതിലൊക്കെ സിനിമയിൽ കാണുന്നുണ്ട്. പക്ഷേ ഞാനത് നോക്കാൻ വിട്ടുപോയി കേട്ടോ. അത് വീഡിയോ എടുക്കാൻ നോക്കാൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ മനയുടെ പല സൈഡിനായിട്ട് കുറേ ബിൽഡിങ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് കറക്റ്റ് പറഞ്ഞു തരാൻ നമുക്ക് ഗൈഡൊന്നും ഇല്ല അവിടെ. നമ്മളെന്താണെന്ന് വെച്ചാൽ ഊഹിച്ച് മനസ്സിലാക്കി എടുക്കുക, അല്ലെങ്കിൽ വേറെ റെഫറൻസ് വീഡിയോസ് കാണുക. അല്ലാതെ എനിക്കിതിപ്പോൾ എന്തൊക്കെയാണ് ക്ലിയർ, ഈ ബിൽഡിങ് ഓരോ കെട്ടിടങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത്, ഇത് ഊട്ടുപുര മറ്റേ പുര മറിച്ചപുര അങ്ങനെയൊക്കെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാലേട്ടൻ്റെ ദേവാസുരം, ആറാം തമ്പുരാൻ, ഇരുവർ, ചന്ദ്രോത്സവം, രാവണപ്രഭു, മമ്മൂക്കാട, വല്യേട്ടൻ, രാപ്പകൽ, ജയറാമേട്ടൻ്റെ തൂവൽ കൊട്ടാരം, അങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത വരിക്കാശ്ശേരി മനയാണിത്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി, അത് പറയാൻ വിട്ടുപോകരുത്, നമ്മുടെ തമന്നയുടെ അരമനൈ 4 എന്നുള്ള തമിഴ് മൂവിയും ഇവിടെയാണ് ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്. ഇനി ഈ കോമ്പൗണ്ടൊന്ന് നമുക്ക് ചുറ്റിക്കറങ്ങി കാണാം. അങ്ങനെ നമ്മൾ മനയുടെ ബാക്കിലോട്ട് വന്നപ്പോൾ ഈ കാണുന്നത് കാർ പോർച്ച് എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, ഇത് കാർ പോർച്ചൊന്നുമല്ല. ഇത് പണ്ട് ഈ തറവാട്ടിലെ ആനകളെ കെട്ടിയിരുന്ന സ്ഥലമാണ്. അപ്പോൾ ആനയെ കെട്ടുന്ന സ്ഥലത്തിന് എന്താ പേര് പറയുന്നത് എനിക്കറിയില്ല. പശുവിനാണെങ്കിൽ നമ്മൾ പശു തൊഴുത്തെന്ന് പറയും. ആനയ്ക്ക് എന്താണെന്ന് അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ കാണുന്നത് ഒരു കുളമാണ്. അപ്പോൾ സ്വന്തമായിട്ട് കുളമുള്ളൊരു തറവാടായിരുന്നു വരിക്കാശ്ശേരി മന. പിന്നെ നമ്മളെ പാർക്കിംഗ് ഏരിയ ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ചല്ലോ ആ വയലും പാർക്കിംഗ് ഏരിയയാണ് അതാ കാണുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് കുറച്ച് നടന്നപ്പോൾ സൈഡിലായിട്ട് ആ കുളം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റി. പക്ഷേ അവിടെ ക്ലോസ്ഡ് ആണ്, അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല. ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഷൂട്ടിങ്ങിന് മാത്രമേ അത് അവിടെ തുറന്നു കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് നടന്നു വന്നപ്പോഴാണ് ഞാൻ സൈഡിൽ ഈ അമ്പലം കണ്ടത്. അതും ക്ലോസ്ഡ് ആണ്, നമുക്ക് കയറാൻ പറ്റില്ല. അപ്പം രാപ്പകൽ മൂവിയിൽ മമ്മൂക്കയും നയൻതാരയും ഇത് ശാരദാമ്മയും കൂടെയുള്ള ഒരു പാട്ടുണ്ടല്ലോ, അപ്പോൾ അതിവിടെയാണ് ഷൂട്ട് ചെയ്തത്. അമ്പലം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. ഇത് ഓഫീസാണെന്നാണ് തോന്നുന്നത്. അതിനകത്ത് നോ എൻട്രി ആണ്. അപ്പോൾ മോൻ അറിയാതെ കയറിപ്പോയപ്പോൾ ചേട്ടൻ തിരിച്ചവനെ വിളിച്ചത് ബോർഡ് കണ്ടിട്ട്. ഇനി നമ്മൾ വരിക്കാശ്ശേരി മനയുടെ അകത്തേക്ക് പോവുകയാണ്. അപ്പം ഞാനീ പൂമുഖമൊക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിക്കണോ, നമ്മുടെ ലാലേട്ടനൊക്കെ എത്ര പ്രാവശ്യം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയും നടക്കുകയും അഭിനയിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്ത സ്ഥലമാണ്. നമുക്കും അവിടെയൊക്കെ വരാൻ പറ്റിയല്ലോ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അറിയാമല്ലോ വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത് 4 കെട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു നടുമുറ്റമാണ് ഇത്. അപ്പോൾ ഇവിടെ ഒരുപാട് സിനിമ പാട്ടുകളും സിനിമ സീൻസും എല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ മാടമ്പി മൂവിയിലെ കല്യാണ കച്ചേരി എന്നുള്ള ആ ഒരു ഹിറ്റ് പാട്ടൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്.
ഇതാണ് വരിക്കാശ്ശേരി മനയിലെ അടുക്കള. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ അടുക്കള കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി. ഒരുപാട് പേര് പാചകം ചെയ്യുകയും വിളമ്പുകയും കഴിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമല്ലേ, ഇന്നിവിടെ ആരും ഇല്ലാതായില്ലേ. എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. പിന്നെ ഞാൻ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ളതാണ് ഈ അടുക്കളയോട് ചേർന്ന് നിൽക്കുന്ന കിണർ. അപ്പോൾ അത് കണ്ടപ്പോഴും എനിക്ക് വളരെ കൗതുകം തോന്നി. അങ്ങനെ ഞാൻ അതും ഒന്ന് ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഫോൺ കിണറ്റിൽ വീഴുമെന്ന് പേടിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ എൻ്റെ ആ ഒരു എഫർട്ട് മനസ്സിലാക്കണം. അപ്പോൾ മനയുടെ അകത്ത് നമുക്ക് മെയിനായിട്ട് ഇത്ര കാഴ്ചകളെ കാണാനുള്ളൂ. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വേറൊരു ബിൽഡിങ്ങിലോട്ട് പോവുകയാണ്. ഇവിടെ സൈഡിൽ കുറേ കൈത്തറി വസ്ത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. പിന്നെ ഇതിനകത്താണ് പണ്ടത്തെ ഊട്ടുപുര. ഇവിടെയായിരുന്നു ആഹാരം പാചകം ചെയ്യലും കഴിക്കലും ഇതിനകത്തായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഈ വീടാണ് ആറാം തമ്പുരാൻ മൂവിയിൽ മഞ്ജു ചേച്ചിയുടെ വീടായിട്ട് കാണിക്കുന്നത്. ഇതിന്റെ മുകളിൽ കയറി നിന്ന് നോക്കിയാൽ നമുക്ക് വരിക്കാശ്ശേരി മനയുടെ ഫുൾ വ്യൂ കാണാം. നോക്കി എന്ത് ഭംഗിയാണ് നമ്മുടെ വരിക്കാശ്ശേരി മനയെ കാണാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ട്രാവൽ വ്ളോഗ്സും ഫുഡ് വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനി വരാം. ബൈ.